ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്കിലേ ഞാൻ അപ്പുറത്തെ മുറി കിടക്കട്ടെ. സൂര്യ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുമ്പോ എനിക്ക് ഉറങ്ങാനങ്ങ് ബുദ്ധിമുട്ടാവും. ഓ, തനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹാളിലിരിക്കാം, താൻ കിടന്നോ. ഏയ് വേണ്ട, ഇവിടെ ആവുമ്പോ സൂര്യക്ക് റിലാക്സ് ചെയ്തിരിക്കാലോ. ഞാൻ അപ്പുറത്തെ മുറി കിടന്നോളാം. ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടില്ലേ. സാരമില്ല, ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ. നടക്കട്ടെ. ഗുഡ് നൈറ്റ്. മോളെ പ്രിയങ്കേ. മുത്തശ്ശി, ഇന്ന് ഞാൻ ഫിദ മാഡത്തിന് മുന്നിൽ പോയി. അവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്താ? ശ്യാമ മേഡവും ചേച്ചിയും തമ്മില് സാമ്യമുണ്ടല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഫിദ മാഡം പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു. പറയാൻ അവർക്ക് വാക്കുകൾ കിട്ടാതായതുപോലെ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവർ എന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കായിരുന്നു. നമ്മുടെ സംശയം ശരിയാണെന്ന മുത്തശ്ശി തോന്നുന്നേ. ഞാനും ഇത്രയും നേരം അത് തന്നെയാ മോളെ ആലോചിച്ചോണ്ടിരുന്നേ. ഗായിക ശ്യാമയാണ് അവളെ പ്രസവിച്ചതെന്ന് പറഞ്ഞ നിന്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ രാധികയെ ശ്യാമയ്ക്ക് തിരിച്ചു കൊടുക്കും. ഇത്രയും പ്രശസ്തയായ ഒരു പെണ്ണ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കണ്ടെത്തിയെന്ന് പറയുമ്പോ ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ അതിനെക്കുറിച്ച് മാത്രമാവും എഴുതുകയും പറയുകയൊക്കെ ചെയ്യുക. നീ കണ്ടിട്ടില്ലേ, 1-2 ദിവസങ്ങൾ കൊണ്ടാ ആൾക്കാരിപ്പം ലോകത്തിലെ ഏറ്റവും മികച്ചവരെ പോലെയായി മാറുന്നത്. രാധികയുടെ കാര്യത്തിലും അത് തന്നെയാ സംഭവിക്കുന്നത്. പിന്നെ നീ ഞാനും ഒക്കെ അറിയപ്പെടാൻ പോകുന്നതേ അനാഥയായ രാധിക നിന്ന വീട്ടിലെ ആളുകൾ എന്ന നിലയില. മുത്തശ്ശൊന്നും മിണ്ടാതിരുന്നേ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാനാണോ നോക്കുന്നേ? എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, അവരമ്മയും മകളും ആണെങ്കിൽ അത് പുറത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്നാ. എടി മോളെ, ഈശ്വരൻ ചിലപ്പോ ചിലർക്ക് ചില അവസരങ്ങൾ കൊടുക്കും. അതുപോലെ എനിക്കും നിനക്കും തന്നിരിക്കുന്ന അവസരമാണ് അമ്മയ്ക്കും മോക്കും ഒന്നിച്ചു ചേരാനുള്ള തടസ്സം. ആ തടസ്സം ശ്യാമ മാറ്റുന്നതിന് മുമ്പ് രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും അവളെ വെറുക്കണം. പറ്റിയ ഈ നാട് വിട്ടു തന്നെ ആരും അറിയാത്തടത്തേക്ക് അവള് പോണം. അത് കഴിഞ്ഞ് അവളുടെ തള്ള അവളെ കണ്ടെത്തുകയോ കൂടെ നിർത്തുകയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. മുത്തശ്ശി, ചേച്ചി എന്നേക്കാൾ മികച്ചവളായോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് സത്യോ? എടി, എല്ലാത്തിനും ഒരു വഴി ഞാൻ ആലോചിക്കട്ടെ മോളെ. ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടും. അവളീ നിൽക്കുന്ന നിൽപ്പിൽ കണിമംഗലത്ത് നിന്നും എല്ലാവരാലും വെറുത്ത് പുറത്തയക്കാൻ പറ്റുമെങ്കിലേ ആറ്റുവാശ്ശേരിയിൽ നിന്നും അവളെ അടിച്ചിറക്കുന്ന കാര്യം ഈ ഞാനും ഏറ്റു. ഞാൻ നോക്കട്ടെ മുത്തശ്ശി. ഇനി എനിക്ക് ഊണും ഉറക്കവും ഒന്നുമില്ല. ഇതിന്റെ മറുകര കണ്ടേ ഞാൻ അടങ്ങും.